ഹലോ വെൽക്കം ബാക്ക്. കുറേ ആയല്ലോ അല്ലേ വീടിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ കാണിച്ചിട്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ മതിലിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. താഴ്ന്ന മുകളിലോട്ട് ഇങ്ങനെ ആ ഒരു സ്ലൈഡിങ് രീതിയിലാണ് മതിൽ വെക്കുന്നത് കേട്ടോ. പിന്നെന്താ, ഇതാണ് എൻട്രൻസ്. പിന്നെ ഇതാണ് ഫ്രണ്ട് വ്യൂ ഇങ്ങനെ കാണിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സ് അല്ലേ, എന്തായാലും ഇനിയിപ്പോൾ കാണുമല്ലോ നിങ്ങൾ. പിന്നെ ഇൻഷാല്ല ഈ മാസം ലാസ്റ്റാണ് ഹൗസ് വാമിങ് വിചാരിക്കുന്നത്. ഇൻഷാല്ല കഴിയട്ടെ. എല്ലാവരുടെയും ദുആയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണം. പിന്നെ ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് ദുആർക്കുന്നു എനിക്കറിയാം. കാരണം എപ്പോഴും കാണുമ്പോൾ പറയാറുണ്ട് പെട്ടെന്ന് പണി തീരാൻ നമ്മൾ ദുആ ചെയ്യലുണ്ടെന്നൊക്കെ. ഒരുപാട് സന്തോഷം. പിന്നെ മതിൽമേലുള്ള ഈ ലൈറ്റിൻ്റെ വയറിങ് പണികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ പണികളുണ്ടല്ലോ, ഈ ലാസ്റ്റ് കുറച്ച് വയറിങ്ങിൻ്റെ പണികളുണ്ട്. അതൊക്കെ എപ്പോഴും നമ്മൾ എപ്പോഴാണ് നമ്മൾ ഹൗസ് വാമിങ് കംപ്ലീറ്റ് ചെയ്യാൻ ലാസ്റ്റ് വിചാരിക്കുന്നത്, അതിന് കുറച്ച് മുമ്പ് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. വീട് പണി നടത്തുന്നവരോടാണ് കേട്ടോ പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ എപ്പോഴും നമ്മളെ വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോഴാകെ മൊത്തം അൽക്കുലത്താവും. നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗം പിന്നെ നമ്മളെ വീട്ടിൽ ഒരു പാഷ്യൂ ഏരിയ ഉണ്ട്. അതിൽ ഡോറൊന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം ജനലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ജനൽ ഇതിനോട് മാച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് വെറുതെ ഒരു ഗ്രില്ല് പോലെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഓക്കെ അല്ലായിരുന്നു. കാരണം അതിങ്ങനെ തുറന്നു എടുക്കുന്നത് നമ്മൾ മെയിൻ ഹോളിലോട്ട് വരുന്നത് കാണുമ്പോൾ ഭംഗിയുണ്ടാവും, പക്ഷേ നമുക്കൊരു സേഫ്റ്റി ഇല്ല. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് വെക്കാൻ പറഞ്ഞിട്ടില്ല, ഷട്ടർ ഡോറായിട്ട്. എയർ പാസേജ് ഉണ്ടാവും ചെയ്യും, അല്ലാത്ത സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം, അങ്ങനെ കേട്ടോ. നമുക്ക് വീട്ടിൽ ശരിക്കും നമ്മൾ വീടിൻ്റെ ഭംഗിനേക്കാൾ നമ്മൾ കുറച്ചൊക്കെ സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മളൊരു പ്രൈവസിയും നോക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. കിച്ചൻ്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിച്ചൻ്റെ ചിമ്മിനി, ഇതില്ല ഫുഡ്, പിന്നെ ഫുഡ് പിന്നെന്താ ഫുഡ് മാത്രം. ഫുഡ് കിച്ചണിൽ ഇത് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി. അത് നമ്മൾ സാമ്പിളിനായിട്ട് ഒന്ന് കൊടുത്താണ്, അതിവിടെ സൈസ് നോക്കാൻ വേണ്ടിയിട്ട്. ഹാഫ് ലൈൻ്റെ എന്താണ് വാങ്ങിച്ചിട്ടുള്ളത്, നമ്മൾ നന്ദിലത്ത് ജിമാർട്ടിലാണ് എടുത്തിട്ടുള്ളത്. ബാക്കി സാധനങ്ങൾ എടുക്കാൻ പോകാനുണ്ട് ഇൻഷാല്ല. നന്ദിലത്തിൽ തന്നെയാണ് പോയി എടുക്കുന്ന സാധനങ്ങൾ. അത് ഹാഫ് ലൈൻ്റെ ഫുഡാണ്. ഇത് അവിടെ ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി കിച്ചണിൽ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാതെ ഇന്ന് ഏകദേശം ഫിക്സ് ചെയ്യാൻ തോന്നുന്നു. അവിടെ കിച്ചണിൽ പരിപാടി സ്റ്റാർട്ട് നാളെ ഉണ്ടാവും. റെഡിയാക്കുക. അപ്പോൾ കിച്ചൺ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യാൻ അവിടെ കുറച്ച് പണികളും കൂടിയുണ്ട്. അപ്പം ഏകദേശം കിച്ചണിൽ അങ്ങനത്തെ വയറിങ് പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ കാര്യമായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പുറത്തേക്കുള്ള വാളുണ്ടല്ലോ, കോമ്പൗണ്ട് വാൾ, അതിന് തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ റൂയി മോള് പോകാൻ നേരം കരഞ്ഞോണ്ട് നിൽക്കുകയാണ്, പോകണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലെടുത്തു വീട്ടിൽ നിന്ന്. റൂയി മോൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കരച്ചിലാണ് തിരിച്ചു പോകുമ്പോൾ. റൂയി വാ വാ, റൂയി ഇല്ലല്ലോ, ഇല്ല റൂയി അടക്ക പോര്, കുട്ടി പോര്, പോര് മുത്തേ, നല്ല കുട്ടിയല്ലേ. ഞങ്ങൾ നെയ്വട എന്നാൻ പോവാണ്, വേഗം പോര്. ആ അടക്കുക, ഞങ്ങൾ പോട്ടെ, താറ്റാ ബായ്. ഓക്കെ. എവിടെ കിടക്കുക, ആരെടുത്ത് കിടക്കുക? മൂത്തമ്മൻ്റെ അടുത്ത് കിടക്കുക. ആ അപ്പോൾ അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് പറഞ്ഞു തന്നെയായിരുന്നു. പിന്നെ വെറുതെ പോകുന്ന പോലെയൊക്കെ കാണിച്ചു, പക്ഷെ ആൾ വരുന്നില്ലായിരുന്നു. അപ്പോൾ എന്നെ കണ്ട പാടന്നെ വേഗം ഡോറൊക്കെ അടച്ച് ലോക്ക് ചെയ്തു ഉള്ളിൽ നിന്ന്. അങ്ങനെ പുറത്ത് കൂടെ പോയി ഞാൻ എടുത്തു കൊണ്ടെന്നാണ് ആൾ, അതിൻ്റെ കരച്ചിലാണ്. എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് പനി, ചുമ അതൊക്കെ ആയിരുന്നു. അപ്പോൾ പനി ഏകദേശം കുറച്ചൊന്നും മാറിയിട്ടുണ്ട്, ചുമ വിട്ട് മാറുന്നില്ല, നല്ല ത്രോട്ട് ഇൻഫെക്ഷനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാറാണ്. അതുപോലെ തന്നെ ഇപ്പം ഇഞ്ചിയും അതുപോലെ കരിഞ്ചീരകം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം അതുപോലെ വെക്കാറാണ്. ഇടയ്ക്കിടയ്ക്ക് കെറ്റിൽ ഓണാക്കിയിട്ട് കുടിക്കും ആ ഒരു ചൂടുവെള്ളം. അപ്പോൾ ഒരു സുഖമാണ് തൊണ്ടയ്ക്ക്.
നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അത് മിക്ക സ്ത്രീകളുടെയും ഒരു അഹങ്കാരമായിട്ട് വേണമെങ്കിലും പറയാം അല്ലേ? സ്ത്രീകൾക്ക് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കഞ്ഞികൂടി മുട്ടും എന്ന് പറയാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ എനിക്ക് അതൊരു നമുക്കൊരു എന്താ പറയുക, അത്രയും പ്രൗഡായിട്ട് തന്നെ പറയാം. നമുക്ക് വയ്യാണ്ടാവാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം അവതാളത്തിലാവുന്നു. അപ്പം മക്കളുടെയൊക്കെ ഇപ്പം പബ്ലിക് എക്സാം ഇപ്പം വരാനായിട്ടുണ്ട്. എല്ലാവരും ടെൻഷനിലായിരിക്കും. എൻ്റെ റീനുൻ്റെ ഫേസ് കണ്ടോ, അവൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പഠിച്ച് തലയിൽ കയറാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. റീനു ഇപ്പോൾ 12th ഏത് നേരം ഇരുന്ന് പഠിക്കൽ തന്നെ, എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, ടെൻഷനാണ്, അത് ഇതെന്ന് ഇങ്ങനെ പറയൽ തന്നെ പണി. നമ്മൾ പാരൻസ് സ്വാഭാവികമായിട്ടും പറയും ഇത്രയൊക്കെ പഠിച്ചിട്ട് എന്താ മാർക്ക് കിട്ടാത്തെന്നുള്ള ചോദ്യം ഉണ്ടാവും. ഞങ്ങളങ്ങനെ ചോദിക്കാറില്ലെങ്കിലും മിക്ക പാരൻസ് അങ്ങനെ ചോദിക്കാറുണ്ടാവും. പിന്നെ ട്യൂഷനൊന്നും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവളുടെ ഈ ഒരു കാട്ടിക്കൂട്ടിലെ കാണുമ്പം ഒരു ട്യൂഷൻ കൊടുക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. അത് പൊട്ടു, അത് പൊട്ടു. അങ്ങനെ പോകാൻ പറ്റും. ഇനി നോക്കട്ടെ. പൊട്ടണ്ട കേട്ടോ റിസ, പൊട്ടിയ പിന്നെ പ്രശ്നമാവേ, വേറെ കിട്ടാല്ല. കണ്ട റോഹി വികൃതി കുട്ടിയേക്കാണ്. ആന പാറിപ്പോകുന്നത് അതാ. ആന സൈക്കിളിന്മേൽ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് കുറവാണ്, എന്തുകൊണ്ട് പഠിച്ചില്ല, അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്യരുത്. നമ്മൾ പാരൻസും കൂടി അതിന് ഉത്തരവാദികളാണ് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളോടും ഒരുമിച്ച് ഒരു ടീച്ചറിന് അവരെ നോക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഒരു കെയർ കിട്ടുന്നില്ല. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കെയറിനായിട്ടാണ് നമ്മളിങ്ങനെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിൽ മക്കളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് എക്സാമൊക്കെ അടുക്കുന്ന സമയത്ത് അവരുടെ സ്ട്രെസ്സ് കുറയാനും അവരുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും ഇതുപോലെ ഓൺലൈൻ ട്യൂഷനിൽ അവരെ മക്കളെ ചേർക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ് കേട്ടോ. അപ്പം ടീം ഇൻ്റർവ്യൂവിൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ റീനു അവളുടെ +2 എന്താ പറയുക പബ്ലിക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കേട്ടോ. സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് പുറമെ ഇതുപോലെ മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുക. അവർക്ക് ഏത് ഭാഗമാണോ ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് ആ ഭാഗത്ത് മാത്രം കുട്ടികൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതിനൊക്കെ ഒരു ടീച്ചർ ഉണ്ടാവുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. എന്നാലേ മക്കൾക്ക് അവരുടെ ആ ഒരു പബ്ലിക് എക്സാമിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാനൊക്കെ സഹായിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പാരൻസ് പ്രഷർ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ 10th പബ്ലിക് എക്സാമിന് മുമ്പ് ഇതുപോലെ അവൾക്ക് ടീം ഇൻ്റർവെലിൻ്റെ ഓൺലൈൻ ട്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പബ്ലിക് എക്സാം എടുക്കുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിച്ച് തീർക്കണമല്ലോ. അപ്പോൾ അത് മൊത്തം എന്തായാലും നമുക്ക് എക്സാമിന് വരില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കാൻ അതിനൊരു സഹായിക്കാൻ ഒരാളുണ്ടാവുക, അതൊക്കെ ഒരു ഈ സമയത്ത് ഭയങ്കര സഹായകരമാവും. റീനു ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ടീം ഇൻ്റർവെലിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സിലാണ്. അപ്പോൾ എല്ലാ മക്കളും ഒരേപോലെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും എങ്ങനെയാണ് ക്ലാസ് എടുക്കണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റും, അതുപോലെ ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് ഈസി ആയിരിക്കും, ചില കുട്ടികൾക്ക് ആ സബ്ജക്ട്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ടീം ഇൻ്റർവെലിൻ്റെ ക്ലാസ് റൂം കോഴ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഉള്ളത്. പിന്നെ സിലബസ് ആണെങ്കിൽ സ്റ്റേറ്റോ CBSE ICSE ഏത് സിലബസ് ആണെങ്കിലും അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഉണ്ടല്ലോ, അത് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് മാത്രമാണ്. പിന്നെ ടീം ഇൻ്റർവെലിൻ്റെ ടീച്ചേഴ്സൊക്കെ വെൽ ട്രെയിൻഡ് ആണ്. അതുപോലെ തന്നെ 7 years ആയിട്ട് എല്ലാ കൺട്രീസിലും ഈ ഒരു ടീം ഇൻ്റർവെലിൻ്റെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡാട്ടോ അത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. മൈ കിച്ചൺ എന്നാണ് ഈ ഒരു കാറ്ററിംഗ് സർവീസിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അവർ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ബൾക്ക് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കല്യാണ വീട് ലെഗോൺ ചിക്കൻ ബിരിയാണി. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കല്യാണ വീട്ടിൽ പോയിട്ടുള്ള ആ ഒരു മണം വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. അവർ കറക്റ്റ് റിവ്യൂ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറക്റ്റ് റിവ്യൂ ആയിരിക്കും തരുന്നത്. ഇത് ബീഫ് മന്തി. ഓക്കെ, മന്തി റൈസ്. അപ്പം ഇനി കഴിച്ചോക്കട്ടെ കേട്ടോ. ഓക്കെ,
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഗോൺ ചിക്കൻ ദം ബിരിയാണി ഉണ്ടല്ലോ, അത് തുറന്നപ്പോൾ തന്നെ ആ ഒരു കല്യാണ വീട്ടിലൊരു മണം അടിച്ചു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നിട്ട് ചൂടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ. ആ ചൂടോട് കൂട്ടി കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചൂടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അതുപോലെ തന്നെ മന്തിയും നല്ല ടേസ്റ്റായിരുന്നു. നല്ല ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് അതായിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി 3 kg ആണ് മിനിമം വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ പാർട്ടിക്കൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മന്തി 1 kg ആണ് മിനിമം വേണ്ടത് കേട്ടോ. പിന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കല്യാണ ഫംഗ്ഷൻസ് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയും ഇവർ കല്യാണ ഫംഗ്ഷൻസ് കാറ്ററിംഗ് സർവീസൊക്കെ എടുക്കുന്നുണ്ട്, ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ സ്ഥലം തിരൂരാണ്. പിന്നെ ഇവരുടെ മെയിൻ ഷെഫ് വയലത്തൂർ അടുത്ത് പകര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുഞ്ഞിപ്പാക്കാക്ക കേട്ടോ. അപ്പോൾ ആ പേര് ചിലപ്പം കുറേ ആൾക്കാർക്ക് നല്ല പരിചയം ഉണ്ടാവും ആൾ. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഒരു ഇളനീർ പായസം കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡ് എനിക്ക് വന്നിട്ടുള്ളൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവരുടെ വൈഫ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. ഇവരുടെ ഓണറിൻ്റെ പേര് സഫീർ അലി. അവരുടെ വൈഫാണ് നമ്മളെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹസ്ബൻഡിന്. അപ്പം ഹസ്ബൻഡ് വൈഫ് അറിയാണ്ട് കൊടുത്തു വിട്ടിട്ടുള്ളതാണ് എനിക്ക്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം, എൻ്റെ വൈഫിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കൊടുത്തു വിട്ടുള്ളത്. അതുപോലെ തന്നെ വൈഫ് ഉണ്ടാക്കിയ സ്പെഷ്യൽ പായസം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റിവ്യൂ അത് കിട്ടു പായസമായിരുന്നു. കുറേ ആൾക്കാർ കുടിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വെരി വെരി എവിടെ കാണിക്കൂല. എനിക്കറിയാം നിങ്ങളായിരുന്നു എന്നുള്ളത്. ഞാൻ ഇപ്പം വരട്ടെ, എനിക്കൊരു സാധനം വരുന്നുണ്ട്. ആ മാമി ഇപ്പോൾ വരട്ടാ, ഇപ്പോൾ വരട്ടെ, മേലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൈ കിച്ചൻ കാറ്ററിംഗ് സർവീസിൽ നിന്ന് ഒരു ഇളനീർ പായസം കൂടി വരാനിട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് വന്നാട്ടോ ഞാനത് അവർ വൈകുന്നേരമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ വൈഫ് അറിയില്ല എനിക്ക് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അറിയുന്നുണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല പായസമായിരുന്നു. എനിക്ക് കൊടുത്തു വിട്ടോണ്ട് പറയില്ല. ഇതാണ് ഇളനീർ പായസം. നല്ല ഇളനീരിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ മക്കൾ കുടിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള റിവ്യൂ മനസ്സിലാവും കേട്ടോ. ഇളനീർ പായസമായിരുന്നു. തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തണുക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കാർക്കും തണുത്ത ഫുഡ് നമ്മളങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു തുറന്നപ്പോൾ തന്നെ ഇളനീരിൻ്റെ മണം വന്നപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര കഴിക്കലായിരുന്നു. അയ്മോൻ എങ്ങനെയുണ്ട് പായസം? സൂപ്പർ. എന്താ പാട്? എന്താ പാടുമ്മ? സൂപ്പർ. എന്നാലും കുറവൊന്നും പറയല്ലേ നിങ്ങൾക്ക്? ഇല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്, നല്ല രസമുണ്ട്. സൂപ്പറാണ്. ഒരു വ്യത്യസ്തമായ പായസം. പായസം അതെങ്ങനെ? ഇളനീര് അധികമൊന്നും ആവാതെ ഒരു സേമിയത്തിലൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മധുരമൊക്കെ പാകാണ് അല്ലേ? അധികം മധുരട്ടില്ല അല്ലേ? കുത്തില്ലേ? മടുപ്പില്ല, പിന്നെയും കുടിക്കാൻ തോന്നുന്നുണ്ട്. കുടിക്കുന്നുണ്ട്. ആ എങ്ങനെയുണ്ട് ഇപ്പൊ ചെയ്യേ? മധുരം അധികം ചേർക്കുന്നില്ലേ? എന്താണ് എന്താ പ്രശ്നം? പായസം വേണോ? ഒന്നുകൂടി കൊടുത്തേ. കുടിച്ചോട്ടെ. വേണോ? ടേസ്റ്റ് ഉണ്ടാ? കുടിച്ചോ. എങ്ങനെയുണ്ട് പായസം? എങ്ങനെയുണ്ട്? ഞാൻ സാധാരണ പായസം എനിക്ക് ഇഷ്ടമല്ല. സാധാരണ ഞാനിപ്പോൾ ഇത് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3.5 ഗ്ലാസ് കുടിച്ചു. എനിക്ക് ഇനിയും കുടിക്കാൻ തോന്നുന്നുണ്ട്. ബെറ്റർ നല്ല മധുരം പാകാണ്, മധുരം പാകാണ്, എല്ലാം പാകാണ്.
നല്ല ടേസ്റ്റി ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഇളനീര് ഇങ്ങനെ നമ്മൾ ചവക്കുമ്പോഴേ അത് നല്ലൊരു പ്രത്യേക ഒരു ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റ്. ഒരു ബോക്സ് ഏകദേശം കാലിയായി. എത്തരാ ഗസ്റ്റ് അസ്മിയാവും. ബാ പായസം കുടിക്കാൻ വരൂ. ഇന്ന് ഈ പായസം കുടിക്കാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ പായസം കുടിച്ചവരാണൊക്കെ. പിന്നെ അവരുടെ പായസവും കുടിച്ചു. ഫുഡും ഭയങ്കര ബർക്കത്തുള്ളൊരു ഫുഡായിപ്പോയി. കാരണം ഇവർ വന്നപ്പോഴും ഫുഡ് കഴിച്ചിട്ട് അത്രയും ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലതും. ഒരുപാട് സന്തോഷം. പിന്നെ അതിന് ശേഷം ഇക്കാക്ക് പിന്നെ സൂപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മട്ടൻ സൂപ്പ്. അതാണ് ഇപ്പോൾ പോകാൻ നേരം കുടിക്കുന്നത്. അവർ ലാസ്റ്റ് കുറേ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ലാസ്റ്റ് സൂപ്പ് കുടിച്ചിട്ടാണ് പിന്നെ പോയത്. മക്കളെല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.